Hi students, welcome to a new class. Today we are going to discuss the chapter 2 of marketing management. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അധ്യായം നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സോ വി ആർ മൂവിങ് ടു the second chapter of marketing management, that is called consumer behavior or analyzing consumer markets. Okay, so chapter 2 consumer behavior or analyzing consumer market എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. All of you know that consumers is the reason why business exists. ഒരു ബിസിനസ് നിലനിന്ന് പോകുന്ന എന്ത് കാരണം കൊണ്ടാണ്? കൺസ്യൂമേഴ്സിനെ കൊണ്ടാണ്. വിത്തൗട്ട് ദം, കൺസ്യൂമേഴ്സ് ഇല്ലാതെ എ കമ്പനി ക്യാൻ നെയ്തർ സർവൈവ് ഓർ ത്രൈവ്. ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല? സർവൈവ് ചെയ്ത് പോകാൻ എന്ത് ചെയ്യില്ല? നിലനിന്ന് പോകാൻ സാധിക്കുകയില്ല. ഇൻ ദെയർ ആബ്സെൻസ്, ഇവരെ ആബ്സെൻസിൽ ആൻ ഓർഗനൈസേഷൻ ഡു നോട്ട് ഹാവ് എ ബിസിനസ് ഓർ പർപ്പസ്. ഒരു ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ഉണ്ടാവില്ല, ആ ഓർഗനൈസേഷൻ ഒരു പർപ്പസ് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. സോ കൺസ്യൂമേഴ്സ് ആർ ദി റീസൺ ഫോർ എക്സിസ്റ്റിംഗ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം നിലനിന്ന് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണിത് കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ കീ ടു ഓർഗനൈസേഷണൽ സക്സസ്. ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ വിജയം, സക്സസിൻ്റെ കീ, സക്സസിനുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ്. കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിയാണെന്ത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്കുള്ള, വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, therefore a marketer must have a clear understanding of his consumers and their behavior. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ച്? കൺസ്യൂമേഴ്സിനെക്കുറിച്ച്, ആ മാർക്കറ്ററുടെ കൺസ്യൂമേഴ്സിനെക്കുറിച്ച്, ഉപഭോക്താക്കളെക്കുറിച്ച്, ആൻഡ് ദെയർ ബിഹേവിയർ, അവരുടെ വ്യവഹാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച്. ഓക്കെ, സോ മാർക്കറ്റർക്ക് എന്തുണ്ടായിരിക്കണം? കൺസ്യൂമേഴ്സിനെ നന്നായിട്ട് അറിയണം. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, സ്വഭാവം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അറിയേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ആൻഡ് ദെയർ ബിഹേവിയർ എ മാർക്കറ്റർ ക്യാൻ അറ്റംപ്റ്റ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമേഴ്സിനെയും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറും അറിയുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനെയും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, സ്വഭാവം ഒക്കെ, ആറ്റിറ്റ്യൂഡൊക്കെ അറിയുന്നതിലൂടെയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെയാണ്, മനസ്സിലാക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എ മാർക്കറ്റർ ക്യാൻ അറ്റംപ്റ്റ് ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഒരു മാർക്കറ്റർക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? കൺസ്യൂമേഴ്സാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കേന്ദ്രം. സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്കുള്ള കീ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിനെക്കുറിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആർക്ക് വേണം? ഈ പറയുന്ന മാർക്കറ്റർക്ക് വേണം എന്നുള്ളതാണ്. അതുപോലെ ഇത്തരത്തിൽ കൺസ്യൂമേഴ്സിനെക്കുറിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെക്കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ, മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു മാർക്കറ്റർക്ക് കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ ശ്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് കൺസ്യൂമറും ബയറും തമ്മിലുള്ള വ്യത്യാസം. കൺസ്യൂമറും ബയറും, all of you know that everyone in the world is a consumer from birth to death. ജനനം മുതൽ മരണം വരെ ലോകത്തുള്ള ഏതൊരു വ്യക്തിയും എന്താണ്? ഒരു കൺസ്യൂമറാണ്. The moment a person is born, he or she start consuming products or service. ഒരാൾ ജനിക്കുന്നത് മുതൽ, ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ എന്ത് ചെയ്യുന്നു? അവൻ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റോ സർവീസോ കൺസ്യൂം ചെയ്യുന്നുണ്ട്. കൺസംഷൻ സ്റ്റാർട്ട് ഈവൻ ബിഫോർ ബർത്ത്. എ ബേബി ഇൻ ദി മദർ വോം ഈസ് നറിഷ്ഡ് ബൈ ദ ഫുഡ് ദാറ്റ് മദർ കൺസ്യൂംസ്. ജനനത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടി കൺസ്യൂമറായി മാറുന്നുണ്ട്. എങ്ങനെ?
അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടി അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജനനത്തിന് മുന്നേ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹൂ കൺസ്യൂംസ് ഓർ യൂസസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സാധനത്തെയോ ഒരു സേവനത്തെയോ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ എന്ന് പറയുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സ് ആർ പർച്ചേസേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ഓർ കൺസംഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് ആര്? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് ബയർ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദി കൺസ്യൂമർ. പക്ഷേ ബയറും കൺസ്യൂമറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ബയറും കൺസ്യൂമറും തമ്മിൽ വ്യത്യാസമുണ്ട് ആസ് പെർ ദി സെർട്ടൻ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ മാൻ ബൈ മാംഗോസ് ആൻഡ് ഈറ്റ് ദം ടു സാറ്റിസ്ഫൈ ഹിസ് ഹങ്കർ ഈസ് കോൾഡ് എ കൺസ്യൂമർ. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? മാംഗോസ് വാങ്ങുന്നു ടു സാറ്റിസ്ഫൈ ഹിസ് ഹങ്കർ. അയാളുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ എയ്റ്റ് ചെയ്യുന്നു, കഴിക്കുന്നു. So he is called a consumer because the man who buys the mangoes and used it consumed it for satisfying the hunger. So that's why he is called a consumer. But if a man buy sari and his wives use it, he is called a buyer. For example, ഒരു ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സാരി വാങ്ങുന്നു, നല്ലൊരു സാരി വാങ്ങുന്നു. അത് ഉപയോഗിക്കുന്ന ആരാണ്? വൈഫാണ്. സോ ആ മാൻ എന്താണ്? ആ വ്യക്തി എന്താണ്? ബയറാണ്. കൺസ്യൂമർ ആരാണ്? അയാളുടെ ഭാര്യയാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതുപോലെ തന്നെ കസ്റ്റമറും കൺസ്യൂമറും തമ്മിൽ വ്യത്യാസമുണ്ട്. കസ്റ്റമർ ഈസ് വൺ ഹൂ പർച്ചേസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് എയ്തർ ഫോർ ഹിസ് കൺസംഷൻ ഓർ ഫോർ അതേഴ്സ്. കസ്റ്റമർ ഈസ് എ പേഴ്സൺ ഹൂ പർച്ചേസസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സാധനത്തെയോ സേവനത്തെയോ വാങ്ങുന്ന വ്യക്തിയാണ് ആര്? കസ്റ്റമർ എന്നറിയപ്പെടുന്നത്. ഫോർ ഹിസ് ഓൺ കൺസംഷൻ ഓർ ഫോർ അതേഴ്സ്. ഒന്നുകിൽ അയാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈസ് എ പേഴ്സൺ ഹു റെഗുലർലി ബൈസ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ബൈസ് റെഗുലർലി ഫ്രം എ പർട്ടിക്കുലർ ഷോപ്പ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്നും സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളോ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ we are moving to consumer behavior. കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹൂ യൂസസ് ദി പ്രോഡക്റ്റ്. കൺസ്യൂമർ ഈസ് ദ യൂസർ ഓഫ് ദി പ്രോഡക്റ്റ്, ഓക്കെ, ഓർ സർവീസ്. സാധനത്തെയോ സേവനത്തെയോ ഉപയോഗപ്പെടുത്തുന്ന ആളാണ് ആര്? കൺസ്യൂമർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ബിഹേവിയർ സിംപ്ലി റെഫേഴ്സ് ടു ഡൂയിങ് ഓഫ് എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഓർ യൂസിങ് ഗുഡ്സ് ഓർ സർവീസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഓർ യൂസിങ് ഗുഡ്സ് ഓർ സർവീസ്. സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുമ്പോഴോ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തോ ഉപഭോക്താവിൻ്റെ ബിഹേവിയർ, സ്വഭാവമാണെന്ത്? സത്യത്തിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ. കൺസ്യൂമർ ബിഹേവിയർ എന്നറിയപ്പെടുന്നത് ഈസ് എ സ്റ്റഡി വൈ പീപ്പിൾ ബൈ. എങ്ങനെയാണ് ആളുകൾ വാങ്ങുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ പ്രോസസ് വെർ ബൈ individual decide what, when, where, how and from whom to purchase the goods and services. In the words of Walters and Paul. വാൾട്ടേഴ്സിൻ്റെയും അതുപോലെ പോളിൻ്റെയും അഭിപ്രായത്തിൽ കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ പ്രോസസ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് അറിയപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. വേർ ബൈ ഇൻഡിവിജ്വൽ ഡിസൈഡ്. അവിടെ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? ഡിസൈഡ് ചെയ്യുന്നു. വാട്ട്, വെൻ, വേർ. എന്ത് സാധനം,
എപ്പോൾ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങേണ്ടത്, ആരിൽ നിന്ന് വാങ്ങണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആ പ്രക്രിയയാണെന്ത് കൺസ്യൂമർ ബിഹേവിയർ എന്നറിയപ്പെടുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽ ഡിസൈഡ്, ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുന്നു എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, ആരിൽ നിന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് എന്ന് മനസ്സിലാക്കി വെക്കുക. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ബൈ, വാട്ട് ദേ ബൈ, വെൻ ദേ ബൈ ആൻഡ് വൈ ദേ ബൈ. എങ്ങനെയാണ് ആളുകൾ വാങ്ങുന്നത്, എന്ത് സാധനമാണ് വാങ്ങുന്നത്, എപ്പോഴാണ് കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് വാങ്ങുന്നത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ കാര്യങ്ങളാണ് കൺസ്യൂമർ ബിഹേവിയറിൽ. അതൊരു സ്റ്റഡിയാണ്, പഠനമാണ്. എന്തിനെക്കുറിച്ച്, എങ്ങനെയാണ് ആളുകൾ സാധനം വാങ്ങുന്നത്, എന്ത് സാധനമാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. സോ ദിസ് ഈസ് കൺസ്യൂമർ ബിഹേവിയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ മോട്ടീവ്സ്, അവരുടെ ഡിസയേഴ്സ്, അവരുടെ നീഡ് അനുസരിച്ചിട്ട്, നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും കൺസ്യൂമേഴ്സ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺസ്യൂമറിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. അയാളുടെ ജീവിത രീതി, പണം, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ്. അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിസൈഡ് ചെയ്യുന്നു, ഒരു വ്യക്തി, ഒരു കൺസ്യൂമർ ഡിസൈഡ് ചെയ്യുന്നു എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, ആരാൽ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ്. അത്തരത്തിലുള്ള ആ പ്രക്രിയയാണ് നമ്മൾ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമർ ബിഹേവിയറും ബയറുടെ ബിഹേവിയറും രണ്ടും തമ്മിൽ വ്യത്യസ്തമായിരിക്കും. കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും രണ്ടും വ്യത്യസ്തമായിരിക്കും. കാരണം അത് അവിടെ എന്ത് ചെയ്തിരിക്കും, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആവാം, അല്ലെങ്കിൽ ബയേഴ്സ് എന്ത് ചെയ്യുക, അവർ വേണമെങ്കിൽ വിൽക്കുന്ന ആൾക്കാരാവാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഹോൾസെയിലറുടെ കടയിൽ നിന്നും ഒരു റീറ്റെയിലർ കുറച്ച് സാധനങ്ങൾ വാങ്ങി വരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈസ് എ ബയർ, അയാൾ ബയറാണ്. പക്ഷേ അയാളത് ആ ഉൽപ്പന്നങ്ങളെ കൺസ്യൂം ചെയ്യില്ല. അയാൾ ചെറുകിട കച്ചവടം, റീറ്റെയിലായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. സോ അവിടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ഉൽപ്പന്നം കൺസ്യൂം ചെയ്യാൻ വാങ്ങുകയാണെങ്കിൽ അതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. സോ ഇതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ഓർ ബൈയിങ് ഡിസിഷൻ. കൺസ്യൂമറുടെ ബിഹേവിയറിനെ, ഉപഭോക്താവിൻ്റെ സ്വഭാവത്തെ, ഉപഭോക്താവിൻ്റെ വ്യവഹാരത്തെ, ഉപഭോക്താവിൻ്റെ വാങ്ങൽ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ത്രൂ ഔട്ട് ദി ബൈയിങ് പ്രോസസ് വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബയർ. ത്രൂ ഔട്ട് ദി ബൈയിങ് പ്രോസസ്സിൽ ഒട്ടാകെ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബയർ. ഒരു ബയറെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ബയർ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അയാളെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ആ ബൈയിങ് പ്രോസസ്സിനെ, ആ വാങ്ങൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓൾ ദീസ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദി ബയർ ഓർ കൺസ്യൂമർ ബിഹേവിയർ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 5 കാറ്റഗറി. 5 കാറ്റഗറിയിലായിട്ടാണ് ബൈയിങ് ഡിസിഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ബയർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ, ഫാക്ടേഴ്സിനെ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത് 5 കാറ്റഗറിയിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ സോഷ്യൽ ഫാക്ടേഴ്സ്, തേർഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഫോർത്ത് വൺ പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ എക്കണോമിക് ഫാക്ടേഴ്സ്. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. കൺസ്യൂമേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളെ കൊണ്ട് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് വിത്തിൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സാണ് ഇത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഫാക്ടേഴ്സാണ് ഇത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളത് കൊണ്ട് അറിയപ്പെടുന്നത്.
ദസ് ദീസ് ആർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആന്തരിക ഘടകങ്ങൾ എന്ന് വിളിക്കാം. വി നോ ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ദ ഔട്ട്കം ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മെൻ്റൽ പ്രോസസ്സ്. ഒരു വ്യക്തിയുടെ മാനസിക വ്യവഹാരം എന്ന് പറയുന്നത്, ഒരു മനുഷ്യ സ്വഭാവം എന്നറിയപ്പെടുന്നത് ഈസ് ദ ഔട്ട്കം ഓഫ് ഇൻഡിവിജ്വൽസ് മെൻ്റൽ പ്രോസസ്സ്. ഒരു വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സിൻ്റെ ഔട്ട്കമാണ്, റിസൾട്ടാണ് എന്ത്, അയാളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്നറിയപ്പെടുന്നത്. ദി മെൻ്റൽ പ്രോസസ്സ് ഇൻഫ്ലുവൻസസ് ദ കൺസ്യൂമർ ബിഹേവിയർ. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺസ്യൂമറുടെ ബിഹേവിയറിനെ, കൺസ്യൂമറുടെ ബൈയിങ് ഡിസിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ ആണ് ഒന്നാമത്തെ സൈക്കോളജിക്കൽ ഫാക്ടർ. എവരി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഓൾ ബൈയിങ് ഡിസിഷൻ സ്റ്റാർട്ട്സ് വിത്ത് നീഡ് റെക്കഗ്നിഷൻ. എല്ലാ ബൈയിങ് ഡിസിഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് നീഡ് റെക്കഗ്നൈസ് ചെയ്യുന്നതിലൂടെയാണ്, ഒരു നീഡിനെ കണ്ടെത്തുന്നതിലൂടെയാണ്, ഒരു ആവശ്യത്തെ അംഗീകരിക്കുന്നതിലൂടെയാണ്. പീപ്പിൾ ഓൾവേസ് സീക്ക് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. എപ്പോഴും എന്താണ്, ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. വെൻ എ നീഡ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് ഓർ ഡ്രൈവ് പീപ്പിൾ ടു സാറ്റിസ്ഫൈ ദ നീഡ്. സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരതിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് മോട്ടീവ്സ്. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഉണ്ടാവുക. ഹെൻസ് ദൈ ബിഹേവ് ഡിഫറൻ്റ്ലി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക. വ്യത്യസ്തമായ രീതിയിലാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതാണ്. കാരണം വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളും മോട്ടീവ്സും ഒക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു നീഡ് ഉണ്ടാവുകയും അതൊരു മോട്ടീവായി മാറുകയും, മോട്ടീവായിട്ടുള്ള അതിനെ ഒരു ഡ്രൈവായിട്ട് മാറുക, അതിനെ ചലിപ്പിക്കുകയും അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ. അക്കോർഡിംഗ് ടു മാസ്ലോ, എബ്രഹാം മാസ്ലോ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നീഡ് ഹൈറാർക്കി തിയറി എന്നറിയപ്പെടുന്ന തിയറി കൊണ്ടുവന്നിട്ടുണ്ട് എബ്രഹാം മാസ്ലോ. അയാൾ അവിടെ 5 ടൈപ്പ് നീഡ്സാണ് പറയുന്നത്. 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ് അക്കോർഡിംഗ് ടു മാസ്ലോ. മാസ്ലോയുടെ പ്രകാരം 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ആണുള്ളത്. 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ഏതൊക്കെയാണവ? അത് ഒരു പിരമിഡ് ഷേപ്പിലാണുള്ളത്. ഏറ്റവും അടിയിൽ, പിരമിഡിൻ്റെ ഏറ്റവും താഴെ ഘട്ടത്തിൽ ഫിസിയോളജിക്കൽ നീഡ്സാണ്. തൊട്ടുമുകളിൽ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സാണ്. തൊട്ടുമുകളിൽ സോഷ്യൽ നീഡ്സാണ്. അതിന് തൊട്ടുമുകളിൽ എസ്റ്റീം ഓർ ഈഗോ നീഡ്സാണ്. അതിന് തൊട്ടുമുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സാണ്. ഇങ്ങനെയാണ് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. പിരമിഡിക് ഷേപ്പിലാണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഈ ഓരോ നീഡ്സിലും ഉള്ളത് നമുക്ക് നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്സാണ് ഒന്നാമത്തത്. ദീസ് ആർ ദി ബേസിക് നീഡ്സ്. ഇതെന്താണ്? ബേസിക് നീഡ്സാണ്, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. എന്തൊക്കെയാണ് നമ്മളെ അടിസ്ഥാനപരമായ ആവശ്യം? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, സെക്സ് എക്സെട്ര അല്ലേ? ഫുഡ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം ഒക്കെ എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഒരു ഫേം, ഒരു ബിസിനസ് സ്ഥാപനം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഫുഡിനെ, വാട്ടറിനെ, ഷെൽട്ടർ, ക്ലോത്തിങ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഫുഡ് സാറ്റിസ്ഫൈസ് ദി ഹങ്കർ. വിശപ്പിനെ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? ഫുഡാണ്. വാട്ടർ സാറ്റിസ്ഫൈ തേഴ്സ്റ്റ്. ദാഹത്തെ അകറ്റുന്ന ഏതാണ്? വാട്ടറാണ്. ക്ലോത്തിങ് പ്രൊട്ടക്ട്സ് ബോഡി. ക്ലോത്ത് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ബോഡി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫിസിയോളജിക്കൽ നീഡ്സിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. രണ്ടാമത്താണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് സേഫ്റ്റി, പ്രൊട്ടക്ഷൻ. ഓക്കെ,
അതൊക്കെയാണ് സേഫ്റ്റി പ്രൊട്ടക്ഷനൊക്കെ കിട്ടുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി നീഡ്സാണ് അവിടെ രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതാണ് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് വെച്ചാൽ ലവ് ആൻഡ് അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നീഡ്സാണ് മൂന്നാമത്തെ. നാലാമത്തേതാണ് എസ്റ്റീം ഓർ ഈഗോ നീഡ്സ് എന്നുള്ളത്. സെൽഫ് എസ്റ്റീം, റെക്കഗ്നിഷൻ, സ്റ്റാറ്റസ്, റെസ്പെക്റ്റ്, സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരങ്ങളും പരിഗണനയും ഒക്കെ കിട്ടുക എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി ലക്ഷറി ഐറ്റംസ് ആർ പർച്ചേസ്ഡ് ടു സാറ്റിസ്ഫൈ ദി നീഡ്സ്. വളരെ ആഡംബരമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എസ്റ്റീം അല്ലെങ്കിൽ ഈഗോ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും അവസാനത്തെ ഇതാണ് പറയുന്നത്. ദിസ് നീഡ്സ് ആർ ദി റിസൾട്ട് ഓഫ് വൺ ഡിസയർ ടു ഗെറ്റ് മാക്സിമം ഓഫ് വൺസ് കാപ്പബിലിറ്റി. ഒരു വ്യക്തിയുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ച് അയാൾക്ക് ഏറ്റവും മാക്സിമമായി അയാൾക്ക് കിട്ടാവുന്ന നീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഡിസയറിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇത് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എബ്രഹാം മാസ്ലോ കൊണ്ടുവന്നിട്ടുള്ള നീഡ് ഹൈറാർക്കി തിയറിയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലെ ഒന്നാമത്തെ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അടുത്തതാണ് പെർസെപ്ഷൻ. സെക്കൻഡ് സൈക്കോളജിക്കൽ ഫാക്ടറാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. ഒരു വസ്തുവിനെ ഒരു വ്യക്തി നോക്കിക്കാണുന്ന രീതിയാണെന്ത് പെർസെപ്ഷൻ, കാഴ്ചപ്പാട് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻഡിവിജ്വൽ ആക്ട് ആൻഡ് റിയാക്ട്സ് ഓൺ ദി ബേസ് ഓഫ് ദെയർ പെർസെപ്ഷൻ. ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അയാൾ പ്രതികരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്താണ്, ഒരാളുടെ പെർസെപ്ഷൻ, ഒരാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ആന്തരികമായിട്ടുള്ള ചില ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? ഇൻഡിവിജ്വൽസ് ബിലീഫ്, ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾ, ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസുകൾ, ഒരു വ്യക്തിയുടെ നീഡ്സ്, ഒരു വ്യക്തിയുടെ മൂഡ്സ്, അയാളുടെ മൂഡ് ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ എക്സ്പെക്റ്റേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പെർസെപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫോർമേഷൻ ഇൻ ഓർഡർ ടു ഗിവ് മീനിങ് ടു ദ വേൾഡ് ഓർ എൻവയോൺമെൻറ്റ് വി ലിവ് ഇൻ. പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ സെലക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു വിവരങ്ങളെ, ഇൻഫോർമേഷൻസിനെ. ഇൻ ഓർഡർ ടു ഗിവ് മീനിങ് ടു ദ വേൾഡ്, നമ്മൾ ജീവിക്കുന്നതായ ലോകത്തിന് ഒരർത്ഥം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ഹൗ വി സീ ദ വേൾഡ് സറൗണ്ടിങ് അസ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, ബിലീഫ്, എക്സ്പീരിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ബയ്യിങ്ങിനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. A lady might perceive that clothes cannot be washed properly in washing machines. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, കരുതുകയാണ്, ഒരു പക്ഷേ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടായിരിക്കും എന്ത്, വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, വാഷിംഗ് മെഷീനിൽ ക്ലിയറായിട്ട് എന്ത് ചെയ്യില്ല, വാഷ് ചെയ്യാൻ സാധിക്കില്ല, പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു ലേഡി പെർസീവ് ചെയ്യുന്നു. ഒരു ലേഡിയുടെ കാഴ്ചപ്പാട് അതാണ്. സോ ഷീ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ബൈയിങ് എ വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിനുള്ള താല്പര്യം ഉണ്ടാവില്ല. അൺലെസ് ഹെർ പെർസെപ്ഷൻ ഓഫ് വാഷിംഗ് മെഷീൻ ചേഞ്ചസ്. ഏതുവരെ? വാഷിംഗ് മെഷീനോടുള്ള ആ സ്ത്രീയുടെ കാഴ്ചപ്പാട് മാറുന്നത് വരെ എന്നുള്ളതാണ്. പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓർ ബ്രാൻഡ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പെർസെപ്ഷൻ. വ്യക്തികൾ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളും ബ്രാൻഡുകളും വാങ്ങുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലൈഫ് ബോയ് സോപ്പ് വാങ്ങുന്നത് പ്രൊട്ടക്ഷൻ നൽകും, ഫാമിലിയിലുള്ള എല്ലാവർക്കും പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു വിശ്വാസത്തിലാണ്. ക്ലോസപ്പ് പേസ്റ്റ് വാങ്ങുന്നത്, ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നത് ഉന്മേഷം നൽകുന്ന സുഗന്ധം നൽകുമെന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഓരോ ഉൽപ്പന്നങ്ങളോടായിട്ട് ഉള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സിമ്പിളൊരു എക്സാമ്പിളാണ് ഈ ആക്റ്റീവ പോലെയുള്ള വാഹനങ്ങൾ, 2 വീലറുകൾ. ആളുകളുടെ കൺസെപ്റ്റ് എന്താണത്, പെർസെപ്ഷൻ എന്താണ്,
അതിൽ ചക്ക കൊണ്ടുപോകാം, മാങ്ങ കൊണ്ടുപോകാം, വലിയ വലിയ സാധനങ്ങൾ വരെ കൊണ്ടുപോകാം, ഓട്ടോ വിളിക്കുന്ന സാധനം വരെ കൊണ്ടുപോകാം. അതൊരു പെർസെപ്ഷനാണ്. അത്തരത്തിൽ ഇൻഡിവിജ്വൽ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ഓരോ കാര്യത്തെയും, അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ ബൈയിങ് ഡിസിഷനിൽ മാറ്റമുണ്ടാവുമെന്നാണ് പറയുന്നത്. തേർഡ് വൺ ബിലീഫ്സ് ആണ്. Third one, beliefs. A belief is a descriptive thought that person hold about something. Such thoughts are based on learning, opinion, faith. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒപ്പീനിയൻ്റെ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ നേടിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് തോട്ടാണ് ബിലീഫ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ബിലീവ് ദാറ്റ് മാരുതി കാർസ് ആർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ഫ്യൂവൽ എഫിഷ്യൻറ്റ്. ഉപഭോക്താക്കൾ വിശ്വസിക്കുന്നു എന്താണ്, മാരുതി കാറ് ചിലവ് കുറവാണ്, അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇഫ് എ കൺസ്യൂമർ ബിലീവ് ദാറ്റ് LG TV ഈസ് ദ ബെസ്റ്റ്, ദെൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പുഷ് ടു അനദർ ബ്രാൻഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഹിസ് ബ്രാൻഡ് ബിലീവ്. ഒരു കൺസ്യൂമർ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ത്, LG TV ആണ് ഏറ്റവും നല്ല TV. സോ അതിൽ നിന്ന് അയാളെ മാറ്റിയിട്ട് മറ്റൊരു ബ്രാൻഡിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് എന്നാണ് പറയുന്നത്. ബിലീഫ്സ് മേ ബി ട്രൂ ഓർ റോങ്. ബിലീഫ്സ് എന്ത് ചെയ്യാം, ഒരു പക്ഷേ ശരിയാകാം അല്ലെങ്കിൽ തെറ്റാകാം എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് ബിലീഫ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നാലാമത്തതാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആറ്റിറ്റ്യൂഡ്സ് ആർ ഫോംഡ് ഓൺ ദി ബേസ് ഓഫ് ബിലീഫ്സ്. നമ്മുടെ ബിലീഫ്സിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണെന്ത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് എന്താണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ബിലീഫ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സും എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് മീൻസ് എ പേഴ്സൺസ് ഫീലിംഗ് ടുവാർഡ്സ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക വസ്തുവിനോട്, ഒരു പ്രത്യേക സന്ദർഭത്തോട് ഒരു വ്യക്തിക്കുള്ള ഒരു ഫീലിംഗ് ആണെന്ത്, ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. Consumers have attitude towards products, brands, companies. It is because of attitude that the consumers like or dislike a product. Attitude may be positive, neutral and negative. For example പറയുകയാണെങ്കിൽ, വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഹീറോ എന്ന് പറയുന്ന ബ്രാൻഡ് ആളുകൾക്ക് വളരെയധികം, ചില ആളുകൾക്ക് ഭയങ്കര അയാളുടെ ആറ്റിറ്റ്യൂഡാണ്, വളരെ ഇഷ്ടപ്പെടും കൺസ്യൂമേഴ്സിന് ഹീറോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതേസമയം ഹോണ്ട എന്ന് പറയുന്ന പ്രൊഡക്റ്റിനോട് അത്രത്തോളം താല്പര്യം ഉണ്ടാവില്ല, യമഹ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും ഉണ്ടാവും, നെഗറ്റീവായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള, എന്താണ് കൺസ്യൂമർ, എന്താണ് ബയർ, കൺസ്യൂമർ ബിഹേവിയർ എന്നാൽ എന്താണ്, കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.